ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മന്ത്രിയും മനസ്വിനിയും അതുപോലെ തന്നെ വിനോദൊക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗോട്ടോ മന്ത്രിനെ നമ്മുടെ മനസ്സിനെ വിളിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, നാളെ എല്ലാ ചാർജും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അവൾ എന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസമാണ് നമ്മൾ മുതലെടുക്കേണ്ടത് എന്ന് പറയാണ്. അതെ, നാളെ എന്തായാലും ഞാൻ കൈ കൊടുത്താൽ ചലിക്കുന്ന ഒരു പാവ് മാത്രമായിരിക്കും വിഷിത. എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഞാനെല്ലാം ചെയ്തോളാം. മന്ത്രി കല്യാണം മുടങ്ങുമല്ലോ അല്ലേ എന്ന് മനസ്സിന് ചോദിക്കുമ്പോഴേക്കും മന്ത്രി പറയുന്നുണ്ട്, അത് 100% മുടങ്ങിയിരിക്കും. അല്ല, വിനോദ് എപ്പോഴാണ്? വിനോദ് മനസ്സിനെ വിളിക്കും. ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. അങ്ങനെ വിനോദും അതുപോലത്തെ മന്ത്രിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശരി എല്ലാം നാളെ എല്ലാം റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ് ഫോൺ വെക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് വിനോദിന് അറിയില്ല. പിന്നീട് കാണിക്കുന്ന ഹൽദി ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിഷയത്തെ അനൗൺസ് ചെയ്യാണ്. അത് ഹൽദി പരിപാടിയെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ എല്ലാവരും കല്യാണത്തിന് വരണം. നാളെ 10:00-ക്കും 11:00-ക്കുമാണ് മുഹൂർത്തം. അപ്പോൾ എല്ലാവരും എത്തിയിരിക്കണം. താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വജിത്ത് സംസാരിക്കുകയാണ്. ശേഷം നമ്മുടെ വിശ്വജിത്ത് മഹേഷിനടുത്ത് ഇഷിതടുത്ത് പറഞ്ഞ് നമുക്ക് 2-3 സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ സെൽഫിയൊക്കെ എടുക്കുകയാണ്. സെൽഫി എടുക്കുന്ന സമയത്താണ് ഇഷിത ആ കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ രചന മാറി ഇരുന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മഹേഷിനോട് ഇഷിത പറയുന്നുണ്ട്, മഹേഷ് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ്. വിശ്വജിത്തും മഹേഷും പിന്നെ സെൽഫിയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുക കേട്ടോ. അങ്ങനെ രചനയുടെ അടുത്ത് പറയുന്നുണ്ട് ഇഷിത, രചന താങ്ക് യു സോ മച്ച് ചിപ്പിനെ കൊണ്ടുവന്നതിൽ. നാളെ കല്യാണം കഴിഞ്ഞിട്ട് ചിപ്പിനെ കൊണ്ടുപോയാൽ പോരെ? കല്യാണം നടന്നില്ലെങ്കിൽ ചിപ്പിനെ കൊണ്ടുപോകാമല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ, എന്താ അങ്ങനെ പറയണമെന്നിട്ട് നമ്മുടെ ഇഷിത ഇങ്ങനെ നോക്കുമ്പോഴേക്കും അല്ല, ഞാനൊരു തമാശ പറഞ്ഞതാണ്. അവൾ ഇവിടെ നിൽക്കട്ടെ, നാളെ കല്യാണം കഴിഞ്ഞിട്ട് അവളെ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ ഞാൻ ഇന്ന് വന്നതിൽ എനിക്ക് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇഷിതനെ അത്രമാത്രം ഇഷ്ടമാണ്. മനസ്സിലെവിടേക്കോ ഇഷിതടുത്ത് ഇപ്പോഴൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച് രചന എന്ന് പറയാണ്. ശരിയെങ്കിൽ ഞാൻ എന്നാൽ പോകുവാണ്. അപ്പോൾ നാളെ കല്യാണത്തിന് വരില്ല? തീർച്ചയായിട്ടും വരും. ഞാനും ആകാശം രാവിലെ തന്നെ എത്തണമല്ലോ എന്നൊക്കെ രചന അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുക കേട്ടോ. പിന്നീട് കാണിക്കണം എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം നമ്മുടെ പ്രിയാമണി ചോദിക്കേണ്ട ഹൽദിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഓരോരുത്തരുടെ അഭിപ്രായം പറ എന്ന് പറയുമ്പോൾ മനസ്സിന് പറയുന്നുണ്ട്, ഹൽദി അടിപൊളിയായിരുന്നു. വന്നവരൊക്കെ അതിനെക്കുറിച്ചായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഇതുപോലൊരു ഹൽദി എവിടെ നടന്നിട്ടില്ല പോലും എന്ന് പറയാണ്. 100-ൻ്റെ ആണോ 101-ൻ്റെ ഹൽദിയാണോ സൂപ്പറായി, ഡാൻസാണോ സൂപ്പറായത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അൻഷിത പറയുന്നുണ്ട്, അത് സംശയം എന്താ, 100-ൻ്റെ തന്നെ. അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, പ്രിയാമണി മോള് നാളെ കെട്ടിപ്പോണത് 101-ലേക്ക്. അപ്പോൾ ഈ അഭിപ്രായം മാറോ? 101-ലാണ് കെട്ടിപ്പോണെന്നുണ്ടെങ്കിലും എൻ്റെ മോള് 100-ലെ മെമ്പർ തന്നെയല്ലേ? അങ്ങനെ എന്നൊക്കെ പറയാണ്. മനസ്സിന് പറയണ്ട, അതെ നാളെ ഇഷിതയുടെ എല്ലാ ചാർജും ഞാൻ ഏറ്റെടുക്കും കേട്ടോ എന്ന് പറയാണ്. ഇഷിതനെ മേക്കപ്പ് ചെയ്യേണ്ടത് ഒക്കെ ഞാനായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇഷിത മാഷിൻ്റെ ചെവി പറയുന്നുണ്ട്, അല്ല ഈ പെട്ടെന്നുള്ള സ്വഭാവ മാറ്റത്തിൽ എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ മാഷ് എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, അത് എനിക്കുണ്ട്. പിന്നെ വാർദ്ധക്യമാകുമ്പോൾ സ്വഭാവം മാറുന്നില്ലേ മോളെ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ മാഷ് ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പെറുവിറുത്തോണ്ടിരിക്കുക കേട്ടോ. അല്ല സുജി, നീ എന്താ പരിപാടി? ഞാൻ നാളെ താലം പിടിക്കാനുള്ള പിള്ളേരെയൊക്കെ റെഡിയാക്കിയിട്ട് ഇഷിതേച്ച് വരുമ്പോൾ താലം പിടിക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ഈശ്വരെ, നീ വേണം മഹേഷും കുടുംബമൊക്കെ വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് പണിയൊന്നും ഇല്ലേ എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ, മോളല്ലേ കമ്മിറ്റി മെമ്പർ, ആൾക്കാർ വെൽക്കം ചെയ്യുമ്പോഴേക്കും മിഠായും അതുപോലെ തന്നെ നാരങ്ങയും കൊടുക്കേണ്ടത് മോളാണ് എന്ന് പറയാണ്. ശരി. അല്ല സൂരജ് എവിടെ? അവൻ ഡാൻസ് കളിച്ച് മതിയെന്ന് പറഞ്ഞ് ക്ഷീണിച്ചുറങ്ങും അമ്മേ എന്ന് പറയാട്ടോ അഷിത. അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ നാളെ എല്ലാവരും ഉള്ള സ്ഥലത്തൊക്കെ കിടന്നുറങ്ങാം. നാളെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരെയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എന്നൊക്കെ പാട്ട് മാഷ് പോകുക കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുകയാണ്. മനസ്സിൽ വിചാരിക്കണം, ഈ സന്തോഷമൊന്നും അധികം നേരം നിലനിൽക്കില്ല. എല്ലാം കല്യാണം മുടങ്ങുമ്പോൾ എല്ലാത്തിൻ്റെ മുഖവും കരഞ്ഞു പിഴിഞ്ഞിരുന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ കല്യാണ മണ്ഡപമൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. വിശ്വജിത്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. മാഷും അതുപോലെ തന്നെ പ്രിയാമണി വരുന്നുണ്ട്. വിശ്വജിത്ത് എന്തായി? എല്ലാം റെഡിയായിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. 10 മിനിറ്റുള്ളിൽ പരിപാടിയൊക്കെ തുടങ്ങും, പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങും. അല്ല മഹേഷും കുടുംബമൊക്കെ എപ്പോൾ എത്തും? അവരൊക്കെ ഇപ്പോൾ എത്തും. എന്തായാലും എല്ലാം ഓക്കെയാണ് വിശ്വജിത്ത്, എല്ലാം റെഡി. കണ്ടില്ല എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഹൽദി എങ്ങനെ ഉണ്ടായിരുന്നു? വിശ്വജിത്ത് കേൾക്കുമ്പോൾ അത് ഗംഭീരമായിരുന്നു എന്നൊക്കെ പ്രിയാമണി പറയാണ്. ശേഷം നമ്മുടെ ഇഷിതനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ അഷിതയും കൂടിയിട്ട് നമ്മുടെ ഇഷിതനെ ഒരുക്കിക്കൊണ്ടിരിക്കട്ടോ. ഭയങ്കര സുന്ദരിയായിട്ടാണ് ഇഷിത ഒരുങ്ങുന്നത്. ആ സമയത്ത് പ്രിയാമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞല്ലോ അല്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് പറയണം, എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പെണ്ണ് ഒരുങ്ങുന്ന റൂമിൽ ഒരു ബാത്റൂം പോലും ഇല്ല. ഇഷിതൊക്കെ ബാത്റൂമൊക്കെ ഇനി അത്യാവശ്യമായിരിക്കും, മുഹൂർത്താവാൻ പോവല്ലേ എന്നൊക്കെ പറയാണ്. അല്ല പെണ്ണൊരുങ്ങിയല്ലോ അല്ലേ എന്ന് നമ്മുടെ പ്രിയാമണി പറയുമ്പോൾ, നോക്ക് മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിതനെ കാണിച്ചെടുക്കുകയാണ്. ഇഷിതനെ കാണുമ്പോൾ തന്നെ പ്രിയാമണിയുടെ കണ്ണൊക്കെ നിറയാട്ടോ. ഈ ദിവസത്തിന് വേണ്ടി അമ്മ എത്ര നാളെ കാത്തിരിക്കണേന്ന് അറിയാവോ മോൾക്ക് എന്ന് നമ്മുടെ പ്രിയാമണി പറയുമ്പോഴേക്കും മനസ്സിൽ വിചാരിക്കുകയാണ്, അതേടി ഈ നിമിഷം അത് നിൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിലനിൽക്കും. കാരണം ഈ നിമിഷം മാത്രമേ നിലനിൽക്കുള്ളൂ, കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ.
ശേഷമാണെങ്കിൽ അതിന് പിന്നെയും ഇഷിതനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയാമണി അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. മാഷൊക്കെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചിപ്പിനെയും അതുപോലെ തന്നെ സൂരജിനെയും വിളിച്ചുകൊണ്ട് വരികയാണ് പ്രിയാമണി. നിങ്ങൾ ഇവിടെ നിൽക്ക്, വരുന്നവർക്ക് മിഠായും അതുപോലെ തന്നെ നാരങ്ങയും കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഓരോരുത്തർ വരുമ്പോഴേക്കും ഓരോരുത്തർ സ്വീകരിക്കുകയാണ്. ആ പ്രിയാമണി ഇത് ഇഷിതയുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ സി എ ഒക്കെ വരുന്നുണ്ട്. സ്ഥലം മാറിയല്ലോ ചോദിക്കുമ്പോൾ അതേ മാഷെ സ്ഥലം മാറിയെന്ന് പറയുമ്പോൾ ഓ സാരില്ല, ഭാര്യയും കുട്ടികളൊക്കെ വന്നു, എല്ലാവരും വന്നിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ രഘു എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. രഘു അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ചിപ്പിയും അതുപോലെ തന്നെ നമ്മുടെ സൂരജും നാരങ്ങയും മിഠായും കൊടുക്കുമ്പോൾ ചിപ്പി പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വിവാഹമാണ് ആണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രഘു ചിപ്പിനെ കൊഞ്ചിക്കണൊക്കെ ഉണ്ട് കേട്ടോ. ശേഷം നമ്മുടെ കാണിക്കുന്ന വിനോദിനെയാണ്. വിനോദ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ വണ്ടിയിൽ. ആ സമയത്ത് നമ്മുടെ ആകാശ് വിളിക്കുന്നുണ്ട്, വിനോദ് എത്തിയോ? എത്താനായിക്കൊണ്ടിരിക്കണോ നിങ്ങളോ? ഞങ്ങളോ എത്താനായിക്കൊണ്ടിരിക്കുന്നു, മനസ്സിനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശരി, ഞാൻ ഒരു 5 മിനിറ്റിൽ തന്നെ അവിടെ എത്തും എന്ന് വിനോദും പറയുന്നുണ്ട്. അതിനുശേഷം വിനോദ് അവിടെ ഇറങ്ങും കേട്ടോ. ഇറങ്ങുമ്പോഴേക്കും മാഷിൻ്റെ പ്രിയാമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മാഷ് പറയുന്നുണ്ട് വിനോദിനെ കണ്ട് എല്ലാം കണ്ട് പരിചയമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ മഹേഷിൻ്റെ ഫ്രണ്ടാണ്, എനിക്കറിയാം മാഷ് അല്ലേ, അതുപോലെ തന്നെ ഇത് പ്രിയാമണി അമ്മ. മഹേഷിൻ്റെ ഫ്രണ്ടാണല്ലേ, അതാ എനിക്ക് കണ്ട് പരിചയം തോന്നാത്തത്. അകത്തേക്ക് വന്നെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ചിപ്പി വരുന്നുണ്ട്. അങ്കിളെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹമാണ് കേട്ടോ എന്ന് പറഞ്ഞ് മിഠായി കൊടുക്കുമ്പോഴേക്കും ചിപ്പി മോൾ അല്ലേ എന്ന് പറയുമ്പോൾ എന്നെ അറിയാവോ? പിന്നെ അറിയാതെ എൻ്റെ ചേട്ടൻ്റെ മോളെന്ന് മനസ്സിൽ പറയാണ്. എന്താ അങ്കിളെ പറഞ്ഞത്? ഒന്നുമില്ല, ഈ ഗിഫ്റ്റ് ഉണ്ടല്ലോ ഞാൻ മോൾക്ക് കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ഗിഫ്റ്റ് എടുത്തിട്ട് നമ്മുടെ വിനോദ് ചിപ്പിയുടെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് അങ്കിൾ എന്ന് പറയുന്നുണ്ട്. ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് സുചിത്ര വരുന്നുണ്ട്. നീ എത്തിയോ? എനിക്കിവിടെ ആകെയുള്ളൊരു ഫ്രണ്ടും ഞാൻ വിളിച്ചേക്കണത് നിന്നെ മാത്രമാട്ടോ, വാ ഇരിക്കുന്നു വേണ്ടിയിട്ട് വിനോദിനെ കസേരയിലിരുത്താണ്. തൊട്ടടുത്ത് സുചിത്ര ഇരിക്കുന്നുണ്ട്. സുചിത്ര വിനോദിനോട് ചോദിക്കണ്ടേ, അല്ല ഞങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചാൽ എന്താ, നാളൊരു സമയത്ത് ഇതുപോലെ താലപ്പൊലിയും ആൾക്കാർ കൂട്ടത്തിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ലേ എന്ന് പറയുമ്പോഴേക്കും അത് ഒറ്റയ്ക്ക് തീരുമാനിച്ചോ എന്ന് സുചിത്ര വിനോദിനോട് ചോദിക്കുമ്പോൾ പിന്നെ ആര് തീരുമാനിക്കണം? എനിക്ക് ചിന്തിക്കാൻ കുറച്ചുകൂടി സമയം വേണം എന്ന് സുചിത്ര പറയാണ്. ചിന്തിച്ചോളൂ, എത്ര വേണമെങ്കിലും ചിന്തിച്ചോളൂ എന്ന് പറയാണ്. എന്താ നിൻ്റെ കടുത്ത് ഞാൻ തന്നെ കിട്ടുമായിരിക്കും താലെന്ന് പറയുമ്പോൾ സുചിത്ര നാണത്തോടു കൂടി തന്നെ നിൽക്കും കേട്ടോ. വിനോദ് നീ ഇവിടെ ഇരിക്കേ, ചേച്ചി ഇറങ്ങുമ്പോഴേക്കും താലപ്പൊലിയൊക്കെ കേട്ട് ഞാനാ വരവേൽക്കേണ്ടത്. അല്ല നിനക്കെൻ്റെ ചേച്ചിനെ കാണണ്ടേ? ഏടത്തിയമ്മ. ഏടത്തിയമ്മയോ? എൻ്റെ ചേച്ചി എങ്ങനെ നിൻ്റെ ഏടത്തിയമ്മ ആവണത്? അല്ല എനിക്ക് ഏടത്തിയമ്മ എന്നൊക്കെ വിളിക്കാമല്ലോ എന്ന് വിനോദ് പറയാം. എല്ലാം നിൻ്റെ ഇഷ്ടം, നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ചേച്ചി ഇറങ്ങാനായി ഞാൻ താലപ്പൊലിക്കാരെയൊക്കെ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുചിത്ര അപ്പുറത്തേക്ക് പോവാണ്. അങ്ങനെ മനസ്സിനാണെങ്കിൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മന്ത്രി വിളിക്കുന്നുണ്ട്. എന്താ മനസ്സിന് എല്ലാം റെഡിയാണല്ലോ അല്ലേ? എല്ലാം റെഡിയാണ്, ഞാനിവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അവൾ ഇവിടെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. അല്ല വിനോദ് എപ്പോൾ എത്തും? അവനും വേണ്ടി ആൾക്കാരൊക്കെ മണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി മനസ്സിനുടെ കാര്യങ്ങളാണ് ശരിയാക്കേണ്ടത്. എല്ലാം ഞാൻ ശരിയായിക്കോളാം, അവളെ ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചോളാം എന്നൊക്കെ മനസ്സിനെയും പറയാം കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.